Hi guys, welcome to Ruti channel. എല്ലാവർക്കും ഞങ്ങളുടെ ഓണം വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും പോലെ തന്നെ ഓണത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൃക്കാക്കരപ്പനെ റെഡിയാക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ കളിമണ്ണുകൊണ്ട് തന്നെ അമ്മയാണ് വീട്ടിൽ തൃക്കാക്കരപ്പനെയൊക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അത് ഉണങ്ങിയൊന്ന് സെറ്റായപ്പോൾ അതിന് കളറടിച്ചു. ഇഷ്ടിക ഒന്ന് ഉറച്ചെടുത്തിട്ട് അത് തേച്ചിട്ടാണ് കളറാക്കിയത്. അത് അച്ഛൻ്റെ പണിയായിരുന്നു. അതുപോലെ തുമ്പച്ചെടിയൊക്കെ നേരത്തെ തന്നെ ഞങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് തലേ ദിവസം നോക്കിയാലൊന്നും ആശാന കിട്ടില്ലല്ലോ. അപ്പോൾ പാടത്ത് ചെന്നിട്ട് അതൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ കുറച്ച് പൂക്കൾ വാങ്ങി. ആദ്യത്തെ ഒരു 9 ദിവസത്തേക്ക് കളറിടാനുള്ള പൂക്കൾ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം പക്ഷേ ലാസ്റ്റത്തെ ആ വലിയ പൂക്കളത്തിന് എന്തായാലും നമുക്ക് കുറച്ചധികം പൂക്കൾ വേണം. പിന്നെ തൃക്കാക്കരപ്പനെ ഒരുക്കാനും ഒക്കെ ആയിട്ട് പൂക്കൾ അധികം വേണമല്ലോ. അപ്പോൾ അത് നമ്മൾ വാങ്ങി. പിന്നെ ഓണക്കോടിയുടെ കാര്യം പറയണ്ട, അത് ഞങ്ങൾ നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം മുന്നേ അത് പർച്ചേസ് ചെയ്തു. ഉത്രാടത്തിൻ്റെ അന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പൂക്കളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. നമ്മുടെ കുട്ടിക്കുറുമ്പൻ മുൻപന്തിയിലുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഓണസദ്യയുടെ ഒരുക്കങ്ങളൊക്കെ പിന്നെ ഒക്കെ അമ്മയുടെ കയ്യിൽ സേഫാണ്. വേണ്ട ചെറിയ ചെറിയ ഹെൽപ്പ് നമ്മൾ ചെയ്താൽ മാത്രം മതി. ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് പകുതി ആയപ്പോഴേക്കും പലയിടങ്ങളിലും ആർപ്പുവിളികളൊക്കെ കേട്ട് തുടങ്ങി. അപ്പോൾ കുഞ്ഞിന് മാവേലി തമ്പുരാൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് പതിയെ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് അവസാനിപ്പിച്ച് കഴിയും വരെ അവൻ ഉറങ്ങാതെ കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം നല്ല അനുസരണയുള്ള കുട്ടിയായും കുറച്ചധികം നേരം വാശിക്കാരനുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 12 മണി കഴിഞ്ഞപ്പോഴേക്കും ആർപ്പോ വിളിച്ച് ഓണം കൊണ്ടു. ഓണാഘോഷങ്ങൾ നമ്മൾ കരുതും എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. പക്ഷേ അവിടെയും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൂക്കളിടലും ഓണക്കോടി വാങ്ങലും അങ്ങനെ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും അതിനുള്ളിലേക്ക് കടക്കുമ്പോൾ ചെയ്യുന്ന രീതികളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായാലും നമ്മുടെ സന്തോഷത്തിനാണ് ഇമ്പോർട്ടൻസ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് അതിൽ ആഹ്ലാദം കണ്ടെത്തുക. അങ്ങനെ സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരോണക്കാലം അവസാനിച്ചു. ഇനി ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പ്.